തിന്നുതൂറാൻ വീണ്ടും ഒരു ലോക കേരള തീവെട്ടി സഭ. ഖജനാവിലെ പണമെടുത്ത് തിന്നുതൂറാൻ വേണ്ടി മാത്രം വീണ്ടും ഇതാ മറ്റൊരു ലോക കേരള തീവെട്ടി സഭ കൂടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ നടക്കുന്ന സമ്മേളനത്തിൽ സർക്കാരിന് വലിയ ആവേശമൊന്നുമില്ല. നേരത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നതിനാലും ഇതിൻ്റെ പേരിൽ കാര്യമായി വെട്ടൽ നടത്താമെന്നതിനാലും കള്ളപ്പണം വെളുപ്പിക്കുവാൻ പറ്റുന്ന അണ്ണന്മാരാണ് വരുന്നത് കൊണ്ടും പുറമേ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ വളരെ ഹാപ്പിയാണ്. ലോക കേരള തീവെട്ടി സഭ സത്യത്തിൽ കേരളത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ഇവിടുത്തെ പ്രവാസികൾക്കോ വേണ്ടിയോ നടത്തുന്ന പരിപാടിയല്ല. സർക്കാരിനെ നിയന്ത്രിക്കുന്ന ചില മുതലാളിമാരുടെ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടപ്പെട്ടവരെ ഡെലിഗേറ്റുകളാക്കി നടത്തുന്ന പരിപാടിയാണ്. അവരുടെ ഹോട്ടലുകളിൽ ഇവർക്ക് താമസിക്കുവാൻ അവസരം കൊടുക്കും. അവരുടെ ഡീലുകൾ അവിടെ നടക്കുകയും ചെയ്യും. അവർ നൽകുന്ന സ്പോൺസർഷിപ്പുകൾ സംഘാടകർക്ക് മുക്കുകയും ചെയ്യാം. കേരളത്തിനകത്തും വിദേശത്തും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ കേരളീയരുടെ പൊതുവേദിയാണ് ലോക കേരള സഭ. കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുകയും കേരളീയ സംസ്കാരത്തിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കുകയും ഒക്കെയാണ് ലോക കേരള സഭയുടെ ലക്ഷ്യം എന്നൊക്കെയാണ് വിഭാവനം ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ എഡിഷനുകൾ കൊണ്ട് കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രവാസികൾക്കും എന്ത് നേട്ടമുണ്ടായി എന്നതാണ് ഉയരുന്ന ചോദ്യം. ലോക കേരള തീവെട്ടി സഭയുടെ 4ാമത് സമ്മേളനമാണ് ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി അരങ്ങേറാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ഉദ്ഘാടന സമ്മേളനം ഏതായാലും ഒഴിവാക്കി. കുവൈത്ത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണത്രേ ചടങ്ങ് ഒഴിവാക്കിയത്. ഇന്ന് നടക്കുവാനിരുന്ന സെമിനാറും മാറ്റി. 14, 15 തീയതികളിൽ ലോക കേരള തീവെട്ടി സമ്മേളനം അവർ നിശ്ചയിച്ച പ്രകാരം നടക്കുമത്രേ. ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല പോലും. കഴിഞ്ഞ 3 സമ്മേളനങ്ങളും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളും കേരളത്തിന് എന്ത് നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതിരിക്കുകയാണ് വീണ്ടും ഈ തീവെട്ടികൾ വട്ടം കൂടുന്നത്. ഇവന്മാർ വട്ടം കൂടിയിരുന്ന് പദ്ധതികൾ തയ്യാറാക്കിയിട്ടും ഇന്നും ബിവറേജിൽ കള്ളുകച്ചവടം നടക്കുകയും പോലീസ് ഇറങ്ങി നിരത്തിൽ കോളറിന് കുത്തിപ്പിടിച്ച് പെറ്റിയടിച്ചില്ലെങ്കിലും ലോട്ടറി കച്ചവടം നടന്നില്ലെങ്കിലും ഇന്നിവന്മാർക്ക് ശമ്പളം പോലും കൊടുക്കുവാൻ ഗതിയില്ല എന്ന് മനസ്സിലാക്കണം. ഇവന്മാരുടെ എല്ലാ പദ്ധതികളും ഒടുവിൽ വല്ല കള്ളുചെത്തിലോ തെങ്ങിൻ്റെ മുട്ടിലോ ഒക്കെയാണ് ഒടുക്കം എത്തി നിൽക്കുന്നത്. പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ഗവർണറെയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കുന്നുവെന്നാരോപിച്ച് ക്ഷണവുമായി എത്തിയ ചീഫ് സെക്രട്ടറിയെ ഗവർണർ ആട്ടിയോടിച്ചു. ദൂർത്താരോപിച്ച് പ്രതിപക്ഷം ഇത്തവണയും പങ്കെടുക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഇത്തവണത്തെ ലോക കേരള തീവെട്ടി സഭയിൽ 103 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം പ്രതിനിധികളാണത്രേ പങ്കെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് പുറമെ 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികളും ലോക കേരള തീവെട്ടി സഭയിൽ പങ്കെടുക്കും. വെറുതെ 2 ദിവസം പഴയ കമ്പനികളെയെല്ലാം കണ്ടെന്ന് അടിച്ചു പൊളിച്ച് പോവുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിപാടിയും ഇവിടെ ഉണ്ടാവില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ആവർത്തിക്കുമ്പോഴും ലോക കേരള തീവെട്ടി സഭയുടെ നടത്തിപ്പിന് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി നല്ല പിരിവും ഉണ്ടാവും. വിദേശത്ത് വെച്ച് നടത്തിയ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതിനൊന്നും സർക്കാരിനോ സഭയുടെ മറ്റ് നടത്തിപ്പുകാർക്കോ യാതൊരു മറുപടിയുമില്ല. ലോക കേരള തീവെട്ടി സഭയുടെ 3ാം സമ്മേളനം അമേരിക്കയിൽ വെച്ചായിരുന്നു നടത്തിയത്. പണക്കാർക്കും പ്രവാസികളായ വൻ വ്യവസായികൾക്കും മേനി നടിക്കുവാനുള്ള വേദിക്കപ്പുറം സാധാരണ പ്രവാസികൾക്ക് ലോക കേരള സഭ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോക കേരള സഭയിൽ 381 അംഗങ്ങളാണ് ഉള്ളത്. സംസ്ഥാനത്തെ നിലവിലെ നിയമസഭാംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളുമായി 169 പേരും പ്രവാസികളായി 182 പേരും അടങ്ങുന്നതാണ് ഈ സഭ. പ്രവാസികളിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർ 104 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 36 പേരും തിരിച്ചെത്തിയവർ 12 പേരും എമിനന്റ് പ്രവാസികളായി 30 പേരും ഉൾപ്പെടുന്നു. ഇവരെ കൂടാതെ പ്രമുഖർ അടങ്ങുന്ന ഒരു സംഘം ക്ഷണിതാക്കളും ഉണ്ടാവും. പക്ഷേ ചോദ്യം ഇതാണ്, ഈ തീവെട്ടികളെല്ലാം വട്ടം കൂടുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.